blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ പിറകിൽ സാമ്പത്തികമായി നമ്മുടെ സഹകാരികളായി തീർന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വൈറ്റ്ലിയിൽ നിന്ന് ബാബു ആൻഡ് ഗിരിജ, മിനിഞ്ഞാന്ന് അവരുടെ 27ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ തന്നെ നമ്മൾ അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മൂത്ത മകൻ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്തുവാൻ, യേശുവിനെ അറിയുവാൻ, ദൈവികമായ അനുഗ്രഹത്തിലേക്ക് വന്നു ചേരുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജോലിയിലെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ കർത്താവെ ആനന്ദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വിദ്യാഭ്യാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവൻ്റെ ഭാവിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തിലെമ്പാടും ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും കാണുവാൻ, ആത്മീക വളർച്ച കാണുവാനായി അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ പൂർണ്ണമായി അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ പ്രിയ കുടുംബത്തോടുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം മെയ് 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം മെയ് 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, തിരുവനന്തപുരം. സ്കൂൾ തുറക്കുന്ന സമയത്ത് പാവപ്പെട്ട ഭവനങ്ങളിലെ ചില കുട്ടികളെ സ്കൂളിൽ അയക്കാൻ വേണ്ടി മാതാപിതാക്കൾ പെടുന്ന പെടാപ്പാടെന്ന് പറയുന്ന ചില്ലറയല്ല. ഒരമ്മയായിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ മാതാപിതാക്കളെ ഒന്ന് സഹായിച്ചുകൊണ്ട് അവരെ അയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ. അതിൽ കഴിഞ്ഞ വർഷം സെൻഡ് എ ചൈൽഡ് ടു സ്കൂൾ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ അനേകായിരം കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, മാതാപിതാക്കളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ നമുക്കിടയായി തീർന്നു. ഈ വർഷവും ജൂൺ മാസത്തിൽ അതേ പ്രോജക്റ്റ് തന്നെ നാം നടത്തുകയാണ്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് അതിനുള്ള ചില സൂചനകൾ ഞങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ തന്നെ ഞങ്ങൾ തന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം അതുപോലുള്ള ചില സ്കൂളുകളെ ഉദ്ധരിക്കുവാൻ, കുട്ടികൾക്ക് സഹായം നൽകാനൊക്കെ സഹായിച്ചു. അതിൻ്റെ ചില റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ കാണാനായി പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സാവകാശം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ പരിവർത്തനങ്ങൾ നമുക്ക് വരുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കാം. നമ്മുടെ ദേശത്തിൻ്റെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള കണ്ണുനീർ തുടച്ച് അവർക്ക് ശോഭനമായ ഒരു ഭാവിയിലേക്ക് നമുക്ക് അവരെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലിപ്പിങ്ങുകളിലൊക്കെ നമുക്ക് വേഗത്തിൽ പോകാം. രാവിലത്തെ ഉദിച്ചു വരുന്ന സൂര്യനെ കാണാൻ എന്ത് രസാ! ഇന്ന് പക്ഷേ സൂര്യൻ ഉദിക്കണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്. എന്നിട്ടും സൂര്യൻ ഉദിച്ചു. ഞാൻ മുത്തുമണി. അപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ അറ്റ മോളാ. പാലക്കാട് ജില്ലയിലെ എലിച്ചിവഴി ആദിവാസി ഊരിലാ ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ ഇവിടുത്തെ തന്നെ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനും ചിരുതയും കാളിയും മുത്തും എല്ലാവരും ഒന്നിച്ചാ സ്കൂളിൽ പോകാറ്. ഇന്ന് പക്ഷേ ഞാൻ തന്നെയാ. അവരൊക്കെ പോയി. ഇപ്പോ വെള്ളം കുറവാണെങ്കിലും മഴക്കാലമായാൽ ഇവിടുത്തെ പുഴയ്ക്ക് നല്ല ഒഴുക്ക.
പുഴയും കടന്ന് കാട്ടിലൂടെ നടന്നു വേണം സ്കൂളിലെത്താൻ. മാത്യു സാറിന്റെ നാട്ടിലൊക്കെ പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണെന്ന്. എനിക്കൊട്ടും പേടിയില്ല കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ കാണാൻ വണ്ടിയിൽ വരുന്ന ആളുകളുടെ നോട്ടം കാണുമ്പോൾ ചിലപ്പോ കുറച്ച് പേടി വരാറുണ്ട്. ഇതിലൂടെ നടന്ന് ചിരുതയുടെയും കാളിയുടെയും ഒറ്റമുറി വീട്ടിലൂടെ വേണം എനിക്ക് പോകാൻ. ഇവിടെ കരണ്ട് കമ്പികളൊക്കെ ഉണ്ടായിട്ടും ഒന്നും കരണ്ടിൽ കത്തുന്നത് കണ്ടിട്ടില്ല. ഒരു ദിവസം ചിരുതയാ പറഞ്ഞത് വീടിന്റെ വാതിലിൽ ഒട്ടിച്ചിട്ടുള്ള കടലാസ് കാരണമാ കരണ്ടില്ലാത്തതെന്ന്. ഇതേപ്പറ്റി പറഞ്ഞപ്പോ മാഷ് പറഞ്ഞതാ ജീവിതം ഇരുട്ടിലാവാണ്ടിരുന്നാ മതിയെന്ന്. അതെന്താന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. ഇത്രയും ദൂരം നടന്നു ചെല്ലുമ്പോ ഞാൻ ശരിക്കും മടുക്കും. ഈ നിൽപ്പും നടപ്പും സമരവുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ എന്നാ അപ്പ പറയണേ. സ്കൂളിലെത്തിയ ആദ്യ പാഠം ക്ലാസ് മുറി അടിച്ചു വരില്ല. ഞങ്ങളുടെ വീട് പോലെ തന്നെ പൂട്ടില്ലാത്തതുകൊണ്ട് പട്ടിയും പൂച്ചയും ചില മനുഷ്യജന്തുക്കളും ഇവിടെ കേറാറുണ്ടെന്നാ മാഷ് പറയുന്നേ. ഒന്നാം ക്ലാസ്സിലെ മുത്തുവും 4ാം ക്ലാസ്സിലെ ഞാനും ഒന്നിച്ചിരുന്നാ പഠിക്കുന്നത്. ചിലപ്പോ മടുപ്പ് തോന്നും, ചിലപ്പോ നല്ല രസാ. ഇതൊരു ഏകാധ്യാപക സ്കൂളാണെന്നാ സാറ് പറയുന്നത്. ഇവിടേക്ക് സാറുമാര് പോലും വരില്ലെന്നാ മൂപ്പും പറയണേ. വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ സാർ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ പഠിക്കാൻ തോന്നുമെന്നാ സാറ് പറയുന്നത്. വെള്ളമുണ്ടും ഷർട്ടും ഇട്ട സാറുമാര് ഞങ്ങൾക്ക് വീട് പണിത് തരാമെന്ന് പറയുന്നത് പോലെയാ ഇതും. ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നാലും യൂണിഫോമും ബാഗും ഷൂസും ഒക്കെ ഇട്ട് ഒന്ന് സ്കൂളിൽ പോകാൻ പറ്റണേന്ന് വെറുതെ കൊതിച്ചു പോകും. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ ഒന്നും എടുത്തില്ല. വിശക്കുന്നില്ലായിരുന്നു. ചിലപ്പോൾ ഞങ്ങളുടെ പൊതി ചിന്നനും മണിക്കും കൊടുക്കും. ആദ്യം ഒരു വേണ്ടാന്ന് പറയെങ്കിലും പിന്നെ ഒരു മേടിച്ചു കഴിക്കും. ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടായിരുന്നെങ്കിൽ മുത്തുവിന്റെയും രാജുവിന്റെയും കൂട്ടുകാര് കൂടി വരുമായിരുന്നു. ഇവിടുത്തെ കഞ്ഞിപ്പുരയില മാരിയണ്ണന്റെ ആടുകൾ കിടക്കുന്നത്. അരി ഇവിടേക്ക് എത്താറില്ലെന്നാ സാറ് പറയുന്നത്. ഞങ്ങളുടെ വിഷമങ്ങൾ ഒരിടത്തും എത്താത്ത പോലെ. മണിയനും മുത്തുവും മണ്ണി പൂക്കൾ വരയ്ക്കുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾ കുറ്റിക്കാടിന്റെ മറവിലേക്ക് പോകും. മൂത്രപ്പുര ഇവിടെ ഉണ്ടാവുന്നതിനേക്കാൾ എളുപ്പം ആൺകുട്ടി ആവണതാന്ന് അപ്പം തോന്നും. വെയിലത്ത് ഞങ്ങൾ മാനിനെ ഉണ്ടാക്കി കളിക്കാറുണ്ടെങ്കിലും മഴ പെയ്താൽ ഞങ്ങൾക്ക് പേടിയാ. വെള്ളം ചോർന്ന് ക്ലാസ് മുഴുവൻ നനയും. അന്ന് പിന്നെ പഠിപ്പിക്കില്ല. മഴയത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ചിന്നു പറയാ മഴ പെയ്യുമ്പോ വീടിനകത്ത് അവൾ വഞ്ചി ഉണ്ടാക്കി കളിക്കാറെന്ന്. ഞങ്ങളെപ്പോലൊരു കുട്ടിയുടെയും കഥയും പാട്ടും എഴുതുന്ന ഒരുപാട് ആളുകളുടെയും ഫോട്ടോ സാറിന്ന് ഭിത്തിയിലൊട്ടിച്ചു. അവരുടെയൊക്കെ കഥകളും സാറിടയ്ക്ക് പറഞ്ഞു തരാറുണ്ട്. ടൗണിൽ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ വായനശാല എന്നെന്തോ ഉണ്ടെന്നാണ് സാറ് പറഞ്ഞത്. വായിക്കണ്ട, ജീവിച്ചാ മതിയെന്നാ മൂപ്പം പറയണേ. ഈ ബെല്ലടി കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമാ വരുന്നത്. ഇന്നെൻ്റെ ക്ലാസ് തീരുക. 4ാം ക്ലാസ്സിലെ എൻ്റെ അവസാന ദിവസാ ഇന്ന്. ഇനി വെറുതെ പോലും ഇങ്ങോട്ടേക്ക് വരാൻ ആരും സമ്മതിക്കില്ല. പരീക്ഷയും എഴുതണ്ടെന്നാ അപ്പ പറയണേ. മൂപ്പന്റെ മക്കള് പോലും പഠിച്ചിട്ടില്ലാന്ന്.
എന്നെപ്പോലെയുള്ള ഒരുപാട് കുട്ടികളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഒത്തിരി സ്വപ്നങ്ങൾ കാണണമെന്ന മാഷ് പറയണേ, പക്ഷെ ഞങ്ങൾക്ക് സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല മനുഷ്യരുടെ രൂപത്തിൽ ഒരുപാട് സഹായം ചെയ്യാൻ ദൈവം വരുമെന്നാ പറയാറ്. പക്ഷെ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഈ കാടും മലയും ആടും മാത്രമേ ഉള്ളൂ. ദൈവത്തിനും ഞങ്ങളെ വേണ്ടേ? സൂര്യൻ പോയി, ഇനി ഇരുട്ടുള്ള രാത്രി. തണുപ്പ് മാറ്റാനും ആനയെ ഓടിക്കാനും തീ കൂട്ടിയിരിക്കുമ്പോൾ അപ്പയോടും അമ്മയോടും എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ ഇനിയും സ്കൂളിൽ പൊക്കോട്ടെ എന്ന്. ഇവിടെ അടുത്ത സ്കൂളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലല്ലോ. വിളക്കിലെ ചെറിയ വെളിച്ചം പോലെ ഞങ്ങൾക്ക് ചെറിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഇരുട്ട്, രാത്രി. ഇനി നാളെ സൂര്യൻ ഉദിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങൾക്കും സ്കൂളിൽ പോകാൻ പറ്റണേ എന്നും ഞങ്ങളെ സഹായിക്കാൻ മനുഷ്യരുടെ രൂപത്തിൽ ദൈവം വരണേ എന്നും. ഈ കുട്ടികളുടെ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം പകരാൻ നിങ്ങൾക്കും സാധിക്കും. ബ്ലെസ്സിംഗ് ടുഡേയുടെ ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ദ മാസ്റ്റർ ചാരിറ്റീസ് 23/1209 പത്തടിപ്പാലം, ഇടപ്പള്ളി PO, എറണാകുളം, കേരള. പിൻ 682024. ഫോൺ 0484422100. ഇമെയിൽ operationeducation@mastercharities.org. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ. സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയെ നല്ല രീതിയിൽ സ്കൂളിലേക്ക് അയക്കുവാൻ പല മാതാപിതാക്കളും സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുന്നു. ഒരു വീട്ടിൽ 2-3 കുട്ടികൾ ഉണ്ടെങ്കിൽ അതവർക്ക് താങ്ങാവുന്നതിലും അധികം ഭാരമായിരിക്കും. കഴിഞ്ഞ ഓരോ വർഷങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് സഹായം നൽകാൻ ദ മാസ്റ്റർ ചാരിറ്റീസിനെ ദൈവം സഹായിച്ചു. ഓപ്പറേഷൻ എഡ്യൂക്കേഷന്റെ പ്രവർത്തനം അല്പം കൂടെ വിപുലമായി നടത്തപ്പെട്ടു. വിദ്യാഭ്യാസ ജില്ലാ അധികാരികളാൽ നിർദ്ദേശിക്കപ്പെട്ട സ്കൂളുകളിലേക്ക് മാസങ്ങൾക്ക് മുൻപേ നമ്മുടെ സന്നദ്ധ സേവാ സംഘങ്ങൾ നേരിട്ട് ചെന്ന് വിവരങ്ങൾ ശേഖരിച്ച് പ്രധാന അധ്യാപകരുടെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലിസ്റ്റ് തയ്യാറാക്കിയതുകൊണ്ട് അർഹതപ്പെട്ടവരെ മാത്രം കണ്ടെത്താൻ സാധിച്ചു. ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ ആ ഒരു പ്രോഗ്രാമിൻ്റെ വിതരണത്തിനായിട്ട് ഞങ്ങൾ പോയ അനുഭവങ്ങൾ വളരെ മനോഹരമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിൽ ഞങ്ങൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ അജണ്ട എങ്ങനെയായിരുന്നു ചെല്ലുമ്പോൾ തന്നെ ബ്രദർ രാമീൻ അല്പ നിമിഷങ്ങൾ മാത്രമുള്ള എന്തുകൊണ്ട് ഇതുപോലെ ഒരു ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ബ്ലെസ്സിംഗ് ടുഡേ നടത്തുന്നു അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ നമ്മൾ ആ സ്കൂളിൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്കൂളിൽ നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി ലഭിച്ച ലിസ്റ്റ് പ്രകാരം അവിടെയുള്ള കുട്ടികൾക്ക് നമ്മൾ ആ കിറ്റുകളെല്ലാം കൊടുത്ത് അതിനുശേഷം അത് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആ സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിലേക്ക് ഞങ്ങൾ ചെന്ന് അവിടെ സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോരുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവൻ ഞങ്ങളോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ബാഗ് കിട്ടിയില്ലല്ലോ. ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവനോട് ചോദിച്ചു, എന്താ അമ്മാൻ്റെ പേരെന്താ? പെട്ടെന്ന് അവൻ പറഞ്ഞു, എൻ്റെ പേര് ശ്രീശാന്ത് എന്നാണ്. ഞങ്ങൾ വേഗം തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കയ്യിൽ ലിസ്റ്റ് എടുത്തു വെച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു പേര് അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പല രീതിയിൽ ചോദിക്കും, മോന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, എൻ്റെ പേര് ശ്രീശാന്ത് എന്ന് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ അങ്ങോട്ട് കടന്നു വന്നത്. അദ്ദേഹം പെട്ടെന്ന് ഈ ശ്രീശാന്തിനോട് ചോദിച്ചു, അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു, ഞാൻ ഈ വർഷം പുതുതായിട്ട് വന്നതാണ്, അപ്പോൾ അവൻ പേര് കൊടുക്കാൻ അവന് കഴിഞ്ഞില്ല.
അപ്പോൾ പ്രധാന അധ്യാപകൻ പറഞ്ഞു അവന് പേര് കൊടുക്കാൻ പറ്റിയില്ല, ഈ ഒരു പുതിയ അഡ്മിഷനായിട്ടുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളരെയധികം പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അവൻ്റെ ബട്ടണുകളെല്ലാം പൊട്ടി, 1-2 ബട്ടണേ ഉള്ളൂ അവൻ്റെ ഷർട്ടിന്. മാത്രമല്ല അവൻ്റെ പാൻ്റെല്ലാം ഇങ്ങനെ കീറി വളരെ മുഷിഞ്ഞ ഒരു രീതിയിലുള്ള വസ്ത്രധാരണമായിരുന്നു ആ കുഞ്ഞിൻ്റെ കയ്യിൽ. മാത്രമല്ല അവൻ്റെ കയ്യിലൊരു ചെറിയൊരു കവറുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. പ്രധാന അധ്യാപകൻ പറഞ്ഞു, മോനെ അടുത്ത വർഷം തരാമെന്നിങ്ങനെ പറഞ്ഞിട്ട് അത് പറഞ്ഞതിന് ശേഷം ഈ പയ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് കണ്ണുനീര് വരാൻ തുടങ്ങി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കിടെ ഉള്ളിലൊരു വലിയൊരു പ്രയാസം തോന്നി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു മകനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോൻ്റെ വീട്ടിലെങ്ങനെയാണ് കാര്യങ്ങളെന്നെല്ലാം ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞു, അവൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്, അന്നേക്കുള്ള ആഹാരം തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാകുന്നത്, എല്ലാ ദിവസവും ജോലിയില്ല, സ്കൂളിൽ നിന്ന് അവന് ലഭിക്കുന്ന ആ ഉച്ചഭക്ഷണമാണ് അവൻ്റെ അന്നത്തെ ഒരു ദിവസത്തെ ആഹാരം. അവനങ്ങനെ അവൻ്റെ വീടിനെ കുറിച്ച് പറഞ്ഞു, പൊട്ടിപ്പൊളിഞ്ഞ ഒരു ചെറ്റക്കുടിൽ പോലെയുള്ളൊരു വീടാണ്, ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ അവസാനം അവൻ പറഞ്ഞു, അവൻ കഴിഞ്ഞ 3 വർഷമാണ്, 5ാം ക്ലാസ്സിലേക്കായ ഒരു കുഞ്ഞാണ്, കഴിഞ്ഞ 3 വർഷം അവൻ ബാഗ് ഉപയോഗിച്ചിട്ടില്ല, അവന് ബുക്കുകളൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം അവൻ്റെ അച്ഛൻ അത് വാങ്ങിക്കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് അവൻ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന കവറുകൾ കൊണ്ടുവന്ന് അതിനുള്ളിലാണ് അവന് ലഭിക്കുന്ന പാഠപുസ്തകങ്ങൾ, സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന പാഠപുസ്തകങ്ങൾ അവൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല അവൻ പറഞ്ഞു, അവനൊരു കവറ് കിട്ടുക എന്ന് പറയുന്നത് പോലും വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മളൊരു എന്തെങ്കിലും കാര്യങ്ങൾ മേടിച്ചാൽ ഉടനെ അത് കവറിലാണ് കിട്ടുന്നത്. എന്നാൽ ആ ഒരു മകനെ സംബന്ധിച്ച് ഒരു കവറ് കിട്ടുന്നത് പോലും അവന് വളരെയധികം ബുദ്ധിമുട്ടേറിയൊരു കാര്യമായിരുന്നു. ഞങ്ങൾ ഈ കഥ കേട്ടപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം തകർന്നു. ഞങ്ങളുടെ ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ കൊടുക്കുവാനിരുന്ന ഒരു ബാഗ് എടുത്ത് ഞങ്ങൾ പ്രത്യേക അനുമതിയെല്ലാം വാങ്ങിയിട്ട് ഞങ്ങളത് ഈ പയ്യൻ്റെ കയ്യിലേക്ക് ഞങ്ങളത് കൊടുത്തു. ഞങ്ങൾ ആ ഒരു ബാഗിൻ്റെ ആ ഒരു കിറ്റ് ഞങ്ങൾ ഈ മകൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ ഒരു സത്യസന്ധമായൊരു പുഞ്ചിരി ഞാൻ ഓർക്കുകയാണ്. ഈ ഒരു ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ നടത്തിയപ്പോൾ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒത്തിരി ദൈവമക്കൾ ഇതിനു വേണ്ടിയിട്ട് പല രീതിയിൽ അവർ സഹായിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുവാനായിട്ട് ഇടയായത്. ഈ ഒരു അവൻ്റെ ആ ഒരു ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ സ്പോൺസേഴ്സിനോടുമുള്ള ഒരു വലിയൊരു നന്ദി, ഒരു ബിഗ് താങ്ക് യു അതിനോടിലുണ്ടായിരുന്നു. ഇതുപോലെ അത് ഒരു കുഞ്ഞിൻ്റെ മാത്രം അനുഭവമാണ്. ഞങ്ങൾക്ക് ഇതുപോലെ ഒട്ടനവധി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അനുഭവങ്ങൾ, പല സമ്മിശ്രകരമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് കാണുവാനായിട്ടിടയായി. ബാഗ്, കുട, നോട്ട് പുസ്തകങ്ങൾ, മറ്റ് പഠന സാമഗ്രികൾ എന്നിവയാണ് ഒരു വിദ്യാർത്ഥിക്ക് നൽകുന്ന കിറ്റിലുണ്ടാവുക. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് അർഹതപ്പെട്ട സ്കൂളുകളെ ഈയൊരു സഹായ പദ്ധതിക്കായി കണ്ടെത്തി. മിക്കവയും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിലായതുകൊണ്ട് ടീം അംഗങ്ങൾക്ക് ആഹാരവും വിശ്രമവും ഉപേക്ഷിച്ചു പോലും പ്രവർത്തിക്കേണ്ടതായി വന്നു. ഒരു സ്കൂളിനു വേണ്ടി മാത്രം മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടതായി വന്ന സാഹചര്യവുമുണ്ടായി. വനാന്തരങ്ങളിലൂടെ, കാട്ടാറുകളിലൂടെ, ഏകാധ്യാപക സ്കൂളുകളിലൂടെ, അങ്ങനെ വാഹനങ്ങളിലൂടെ കടന്നുപോകാൻ സാധിക്കാത്ത ഇടങ്ങളിലൂടെ അനേക കിറ്റുകൾ നിറച്ച ഭാരമേറിയ ചാക്കുകൾ ടീം അംഗങ്ങൾ തലയിൽ ചുമന്നുകൊണ്ടെത്തിക്കുകയായിരുന്നു. ഓരോ സ്കൂളിലും ടീമിനെ സ്വീകരിക്കാൻ പ്രധാന അധ്യാപകനും മറ്റ് അധ്യാപകരും ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്നുള്ള ചടങ്ങിനിടയിലാണ് കിറ്റുകളുടെ വിതരണം നടത്തിയത്. ബാഗും കുടകളും പുസ്തകങ്ങളും ലഭിക്കുമ്പോഴുള്ള വിദ്യാർത്ഥികളുടെ ആശ്ചര്യവും സന്തോഷവും ടീം അംഗങ്ങളുടെ ക്ഷീണത്തെ അലിയിച്ചു കളഞ്ഞു. പല അധ്യാപകരും ജനപ്രതിനിധികളും ഓപ്പറേഷൻ എഡ്യൂക്കേഷന് നന്ദി പറഞ്ഞു. ഇത്തരമൊരു സംഘടന ഈ ആശയം നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത് തന്നെ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അനേകമായിരം കഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ അനാവശ്യമായി കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നത്. ആർഭാടമൊരു ജീവിതം, അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്ന് സമ്പത്തൊക്കെ ചെലവാക്കപ്പോഴാണ് ഇത്തരം കാരുണ്യം ചെയ്യാൻ ആ വലിയ മനസ്സിന് തോന്നിയത്. ഈശ്വരൻ്റെ കാരുണ്യമായി കാണുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഈ മനസ്സ് ദൈവം കൊടുത്തതിൽ ദൈവം അവരെ നല്ലവണ്ണം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ ദിവസത്തെയും വിതരണത്തിന് പോകും മുമ്പ് ടീം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, 1000ങ്ങളിൽ നിന്ന് 10,000ങ്ങളിലേക്കും
കേരളത്തിൽ നിന്ന് ഇന്ത്യ മുഴുവനായും പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഞങ്ങളെ അനുവദിക്കണേ. ഈ ആൻറ്റിയുടെ ഒരു സഹോദരൻ്റെ മകൻ അവർ വിവാഹത്തിന് ശേഷം ഏകദേശം 9 വർഷത്തോളം അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പം അവരിങ്ങനെ ഇതുപോലെ പ്രാർത്ഥന ഇങ്ങനെ കാര്യങ്ങളൊന്നും അങ്ങനെ അവർക്ക് അത്ര വിശ്വാസമില്ല. പക്ഷേ ഈ അമ്മച്ചി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് കഴിഞ്ഞ 2015 ഏപ്രിൽ മാസത്തിൽ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ മകൻ്റെ ഭാര്യയുടെ പേര് പ്രിയ എന്നാണ്. ഇത് ടൈമിൽ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, പ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പ്രിയ എന്നു പേരുള്ള ഒരു സഹോദരി, കുട്ടികളില്ലാതെ വല്ലാതെ മനസ്സ് തകർന്നിരിക്കുന്ന പ്രിയ, കർത്താവെ ആ സഹോദരിക്ക് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മ പറയുന്നത്, അമ്മ ആ സമയത്ത് വിശ്വാസത്തോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു വലിയൊരു അത്ഭുതം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത ബന്ധു തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയ എന്ന് പറയുന്നത് സഹോദരൻ്റെ മകൻ്റെ ഭാര്യയാണ്. ഈ അമ്മ പറഞ്ഞത് ആ മാസം തന്നെ 9 വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരി പ്രഗ്നൻ്റായി. പ്രിയ പ്രഗ്നൻ്റായി. ഈ കഴിഞ്ഞ ജനുവരി മാസം, അതായത് കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ മാസം അവർക്ക് കർത്താവ് ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയും കൊടുത്തു. വലിയൊരു അത്ഭുതം കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്തു. അപ്പോൾ നേരിട്ട് നടന്നൊരു സംഭവമല്ല. ഈ അമ്മ വിശ്വസിച്ചു. ആ പ്രിയ എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകട്ടെ എന്ന് അടുത്ത മാസം തന്നെ ദൈവം അകത്ത് കുഞ്ഞിനെ കൊടുത്തു. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇന്നിവിടെ കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് സന്ദേശം. വിശ്വസിക്കുക. അടുത്ത ആഴ്ചകളിൽ, അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങ് കൊടുത്ത ഈ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. ഈ സഹോദരി അനുഗ്രഹിക്കുന്നു. സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലും അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം മെയ് 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം മെയ് 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, തിരുവനന്തപുരം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് രാവിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രതിസന്ധിയിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. യേശുവെ, അങ്ങയുടെ കൈ ഇവരുടെ നേരെ അങ്ങ് നീട്ടി നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവെ അവിടുന്ന് വിടുവിച്ച് അവിടുന്ന് ഞങ്ങളുടെ കാലുകളെ ഒരു പാറമേൽ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങ് കർത്താവെ ഇവരെ വിടുവിച്ച് അവരുടെ കാലുകളെ പാറമേൽ ഉറപ്പിച്ച് നിർത്തണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ്, ഇന്ന് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈൽസിൻ്റെ അസുഖം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ ശരീരം മുഴുവൻ ഇങ്ങനെ ചുണങ്ങുപോലെ ചില ത്വക്ക് രോഗമുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക. ചിലരുടെ വട്ടത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ഇരിക്കുന്ന, ചില സമയത്ത് അതിലൂടെ രക്തം വരുന്നുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സുഖപ്പെടുത്തുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലയിൽ നിന്ന് ചെതുമ്പൽ ഇളകുന്നത് പോലെ ഒരു പക്ഷേ താരനായിരിക്കാം, മറ്റേതെങ്കിലും ത്വക്ക് രോഗമായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വയറിനകത്തുള്ള ചില പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സുഖം പ്രാപിക്കുകയാണ്. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ വല്ലാതെ കണ്ണിനകത്തേക്ക് ഇരുട്ട് കയറുന്നത് പോലെ പിന്നീട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാകുകയാണ്.
നിങ്ങൾ പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ അതിന് വേണ്ടി ചെയ്തു നോക്കി, യാതൊന്നും കാണുന്നില്ല. പക്ഷെ ഇപ്പോൾ യേശുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ സുഖം പ്രാപിക്കുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ കൈകൾ ഇതാ രോഗികളുടെ നേരെ നീണ്ടുവരുന്നത് ഞാൻ കാണുകയാണ്. ആ കൈകൾക്ക് ചില പ്രത്യേകതയുണ്ട്. ആ കൈകളിലൂടെ ഒരു വലിയൊരു പ്രകാശം അടിക്കുന്ന കാഴ്ച എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രോഗികളായിട്ടുള്ള ചിലരുടെ മേൽ ഇതേ പ്രകാശം നിങ്ങളുടെ ശരീരഭാഗത്ത് വരുന്നത്, നിങ്ങളുടെ അകത്ത് ആ ഒരു പ്രകാശത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുകയാണ്. ഇത് രോഗസൗഖ്യത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏതുവിധ രോഗമാണെങ്കിലും ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വല്ലാതെ ആശങ്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ വർഷം ബോർഡ് എക്സാം എഴുതേണ്ട ചില വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ അത്ഭുതകരമായ റിസൾട്ട് ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ചേർന്ന് അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമുക്ക് 2 സ്ഥലത്താണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഉള്ളത്. ഈ വെള്ളിയാഴ്ച കോട്ടയത്ത് വെച്ചിട്ടാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ തന്നെ ശനിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ആ മേഖലയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് വേണ്ടി ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്തു. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് വേണ്ടി കടന്നു വരുവാൻ നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ, ഒരു പക്ഷേ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്നായിരിക്കാം, 25 കിലോമീറ്ററോ 50 കിലോമീറ്ററോ അപ്പുറത്ത് നിന്ന് ഒരു കാൽച്ചുവട് നിങ്ങൾ എടുത്തു വെക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് അനേകം കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം തൻ്റെ കാൽച്ചുവട് എടുത്തു വെച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. നിങ്ങൾക്ക് വിടുതലുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. അതുകൊണ്ട് രോഗികളായിട്ടുള്ള ആളുകളെ ആ മീറ്റിങ്ങിൽ കൊണ്ടുവരാനായിട്ട് മറക്കരുത്. വലിയ വിശ്വാസത്തോടു കൂടെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.